ഇപ്പം സാധാരണ തുടക്കത്തിൽ ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ തൗഹീദ് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നു. സത്യത്തിൽ അതുതന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ മറുപടി. പുഴയിൽ ചാടിയ ആളുകളുടെ ഉദാഹരണമാണ് പൊതുവെ നമ്മൾ പറയാം. പുഴയിൽ ചാടിക്കഴിഞ്ഞാൽ മുങ്ങിത്താണ് പോകുന്ന ഒരാൾ, ഒരു കുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, അദ്ദേഹം പുഴയുടെ കരയിലുള്ള ഏതെങ്കിലും ആളുടെ പേരോ അല്ലെങ്കിൽ ആളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഓടി വരി എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറയില്ലേ, ആ പറയണത് അവരെങ്ങനെയാണ് വരിക എന്നുള്ളതും അവരെങ്ങനെ വന്നാൽ രക്ഷിക്കുക എന്നുള്ളതും നമുക്ക് കാണാനും അറിയാനും പ്രതീക്ഷിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ പറ്റുന്നതിനാണ് നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ എന്ന് പറയാം. എന്നാൽ അവിടെ വെച്ച് അതിനപ്പുറമുള്ള ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുക അള്ളാഹുവിനോടാണ്. അള്ളാഹുവെ കാക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് എങ്ങനെയാണ് നമ്മളെ കാക്കുക എന്ന് നമുക്കറിയില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ രണ്ട് പ്രധാന ഭാഗം. ഇത് രണ്ടിനുമിടയിൽ ജിന്നുകളെയും മലക്കുകളെയും ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ നാളിതുവരെ നമ്മൾ പറഞ്ഞിരുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ അള്ളാഹു മാത്രമാണ്. ഇവരതെന്ത് ചെയ്തു എന്നറിയോ? സൃഷ്ടികളുടെ കഴിവ് എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്ന് അങ്ങോട്ട് സ്രഷ്ടാവിനോട് ചോദിക്കാം എന്നാക്കി മാറ്റി. അപ്പോൾ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്ന് പെടും, മലക്ക് പെടും. ജിന്നുകളുടെ കഴിവുകൾക്കുള്ളിൽ അതാണിപ്പോൾ പറഞ്ഞ സംഭവം. ഈ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇമാം തൊബ്രാനി മൗജമുൽ കബീറൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ചില റിപ്പോർട്ടിൽ യാ ഇബാദല്ലാ അഈനൂനി എന്നും യാ ഇബാദല്ലാ അഗീസൂനി എന്നും സമാനമായ പല രൂപത്തിലും വരുന്നുണ്ട്. അവർ പറയണെന്താന്ന് വെച്ചാൽ വഹുവ ബി അർളിൻ ലൈസ ബിഹാ അനീസുൻ ഫലിയഖുൽ യാ ഇബാദല്ലാ അഗീസൂനി യാ ഇബാദല്ലാ അഗീസൂനി ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും. അതാണ് വിഷയം. അവിടെ നമ്മൾ കാണാത്ത ആരെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് അടിമകളായിട്ട് അവിടെ ഉണ്ടാകും. അത്തരം ആളുകളോട് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന്. അത്തരം ആളുകളോടുള്ള ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ സഹായം പ്രതീക്ഷിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സൂറത്തുൽ ബഖറയിൽ തുടക്കത്തിൽ പഠിച്ച പോലെ വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങൾ. അദൃശ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ലോകാവസാനത്തിനിടയിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പോലും മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തുള്ളതിനാണ് അദൃശ്യം എന്ന് പറയാം. ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ കാണും. ചിലപ്പം ഒരു മറയ്ക്കപ്പുറത്തുള്ളതിന് അദൃശ്യം എന്ന ഈ ഗൈബിയായ അർത്ഥത്തിൽ പറയില്ല. അപ്പൊ അങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു ജിന്നിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജിന്നിന്റെ ഒരു ശബ്ദം അല്ലെങ്കിൽ ജിന്നിന്റെ ഒരു വർത്തമാനം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബഹുമാനനായ സുലൈമാനി പറഞ്ഞ പോലെ വഹയിലൂടെ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോ ഖുർആൻ പറഞ്ഞില്ലേ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകന്റെ ഖുർആൻ പഠനം കേൾക്കാൻ വേണ്ടിയിട്ട് ജിന്നുകൾ വന്നു എന്നത് അള്ളാഹ് എനിക്ക് വഹയി നൽകി എന്ന് പറയണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി ലഭിക്കാതെ അറിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വഹയി ലഭിക്കാതെ അറിയാൻ കഴിയാത്ത ഒരു സാന്നിധ്യത്തെ കുറിച്ചാണ് ഫൈസൽ മൗലവി ജബ്ബാർ മൗലവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുദ്ധരിച്ചിട്ട് പറയണത് അങ്ങനെ അറിയാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിയറിയാതെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന് നമ്മൾ കാണാത്ത അടിമകൾ അവിടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് സഹായം തേടിയാൽ അതിൽ പറയണത് ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദത്തിന്റെ ഉടമ ഒരുപക്ഷെ ഇത്തരം അള്ളാഹുവിന്റെ അടിമകളായ ജിന്നുകളായിരിക്കാം. അപ്പൊ അവരോട് നിങ്ങൾ സഹായിക്കണമെന്ന് ചോദിച്ചാൽ അത് ഹറാമാണ്, പക്ഷെ ഷിർക്കല്ല എന്നാ പറയണത്. അങ്ങനെ ഷിർക്കായതും ഷിർക്കല്ലാത്തതുമായ ഒരു സഹായ തേട്ടം ഇസ്ലാമിലില്ല. ഈ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ആരോട് സഹായം തേടിയാലും അത് ഷിർക്കു തന്നെയാണ്. അതിനപ്പുറത്തുള്ള ഒരു നിലപാട് ഇസ്ലാമിനോ ഇസ്ലാഹി പ്രസ്ഥാനത്തിനോ ഇല്ല എന്നതാണ് ആധികാരികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.